ഭിന്നശേഷി സൗഹൃദ ബ്ലോക്ക് പ്രവർത്തനങ്ങൾ, ഉൽപാദന കാർഷിക മേഖല എന്നിവയ്ക്ക് പ്രാമുഖ്യം നൽകി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. CC മുകുന്ദൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ആ വികസനത്തിലൂടെ നമ്മുടെ പഞ്ചായത്തിന്റെ എന്തെല്ലാം വികസനമാണ് നമ്മുടെ ഗ്രാമത്തിൽ നടപ്പാക്കി പഠിച്ച വിഷയങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിൽ നടപ്പാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നടപ്പാക്കുന്നുണ്ടാകുന്ന വലിയ വലിയ ചർച്ചകളും സമീപനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ചർച്ചയിലാണ് ഗ്രാമം ഏതെല്ലാം കാര്യങ്ങളും പോകണം എന്നുള്ള ചർച്ച ചെയ്യപ്പെടുന്നത്. കൂടാതെ ജനകീയ അസംബ്ലി പ്രസ്ഥാനം പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമസഭകൾ, നമ്മുടെ എല്ലാ മേഖലയിലും ഗ്രാമസഭകൾ വിളിച്ചുകൂട്ടി ജനങ്ങളുടെ വികാരങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ സൂചിപ്പിച്ച് അനുകൂലമായ സാഹചര്യം നമ്മുടെ പ്രദേശത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രാമസഭ നിർദ്ദേശങ്ങൾ പ്രദേശത്ത് കൂട്ടിയോജിക്കുന്നത്. അപ്പൊ അതിന്റെ മൊത്തത്തിൽ കൂട്ടി ചർച്ച ചെയ്ത് ഗ്രാമത്തിന്റെ പുതിയ ജനങ്ങളിലേക്ക് എങ്ങനെ നയിക്കാൻ കഴിയും എന്നുള്ള ഒരു മാർഗരേഖയാണ് നമ്മുടെ ജനകീയ ആസൂത്രണമായി കൊണ്ടുവരുന്നത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അപ്പൊ ആ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കുകയും ആ പരിഗണിക്കുക എന്ന് പറയുന്നത് ആ പരിഗണിക്കുന്നതിൽ മുൻഗണന ക്രമം നമ്മൾ നിശ്ചയിക്കണം. നമുക്കറിയാം എല്ലാ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും കിട്ടിയ പദ്ധതികളുടെ മുൻഗണനാ ക്രമം നമ്മൾ നിശ്ചയിക്കുകയും ചെയ്തു. പക്ഷെ വികസന സെമിനാറിൽ അത്ര ഒരു മുൻഗണനാ ക്രമം നിശ്ചയിച്ച് തന്നില്ല, നമുക്കത് നടപ്പാക്കാൻ എളുപ്പവും. അപ്പോൾ ഒരു മുൻഗണനാ ക്രമം കിട്ടാവുന്ന രീതിയിലേക്ക് നിർബന്ധിത പദ്ധതികൾ, ഏറ്റവും അടിയന്തരമായി നടപ്പാക്കേണ്ട പദ്ധതികൾ, അങ്ങനെ ഒരു മുൻഗണനാ ക്രമം അനുസരിച്ചുള്ള ഒരു പദ്ധതി നിർദ്ദേശങ്ങൾ ഈ വികസന സെമിനാറിൽ രൂപപ്പെട്ട് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ മുൻഗണന ലഭ്യമായി കഴിഞ്ഞാൽ ആ മുൻഗണന അനുസരിച്ച് നമ്മൾ 4 പഞ്ചായത്തുകളുണ്ട്. 4 പഞ്ചായത്തുകളാണുള്ളത്. ആ 4 പഞ്ചായത്തുകൾക്ക് ആവശ്യമായിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് അതാണ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വികാസത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്. ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെറിൻ ജോസ് വികസന കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് M മനോജ്, പാരളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഹസീന അക്ബർ, ജെറി ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുനിൽ കുമാർ, NT സജീവൻ, സെക്രട്ടറി അബ്ദുൾ ജലാൽ എന്നിവർ സംസാരിച്ചു. ലോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗനിർണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ. ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കാഷ്വാലിറ്റി, ഫാർമസി, ECG, ആംബുലൻസ്, നഴ്സിംഗ് സേവനങ്ങൾ 24 മണിക്കൂറും ലഭിക്കുന്നു. എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട. ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം. ചികിത്സയ്ക്കായി ഇനി മുത്തുള്ളിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റൈഗൽ ഉണ്ട്. റൈഗൽ മെഡിക്കെയർ ഹോസ്പിറ്റൽ, കോസ്മോ ബിൽഡിംഗ്, മുത്തുള്ളിയാൽ. For enquiries and bookings, contact 7994223356, 7994423356.